പതിവ് പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു മാറ്റം ലൈഫിൽ സംഭവിച്ചിട്ടില്ല. രാവിലെ എണീറ്റു ജനലൊക്കെ തുറക്കുന്നുണ്ട്. ഒരു മാറ്റം വന്നിട്ടുണ്ട്. റംസാൻ സ്കൂളിലടച്ച് പോയി ആയപ്പോഴത്തേക്കും എനിക്ക് മടിയായിട്ടുണ്ടായിരുന്നു. രാവിലെ ഇപ്പോൾ അടുക്കളയൊക്കെ കണ്ട കാലം മറന്നു എണീറ്റ് പോയി തിന്നാനാണ് ഇരിക്കാറുള്ളത്. ഞാൻ ഈ മുഖമൊക്കെ കഴുകി തിരിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചാർജർ വെച്ച് കടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അടിക്കുമെന്നെങ്ങനെ പേടിച്ചായിരിക്കും മേശയുടെ അടി കയറി ഒളിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിരം പരിപാടിയാണ്. എന്ത് കുരുത്തക്കേട് ചെയ്താലും അതിൻ്റെ അടി കയറി തപസ്സിരിപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചാർജർ ഒരിക്കൽ കടിച്ച് നശിപ്പിച്ച് ഞാൻ 100-150 രൂപ ചിലവാക്കിയാണ് അടുത്ത് മേടിച്ചത്. ഇങ്ങനെ ആഴ്ച 150 ചിലവാക്കാൻ എൻ്റെ ഇല്ല. ഞാൻ തന്നെ അരിഷ്ടിച്ചാണ് എന്തെങ്കിലും തെണ്ടി വാങ്ങിക്കണം മനുഷ്യൻ്റെ കയ്യിൽ നിന്ന്. അപ്പം പിന്നെ അവൻ ഇങ്ങനെ വാങ്ങി കളിച്ചാൽ ഞാൻ എന്തോ ചെയ്യും. അപ്പം അതൊക്കെ മേടിച്ച് ഒതുക്കി വെച്ചിട്ട് എൻ്റെ കുപ്പിയും പട്ടയൊക്കെ എടുത്ത് അടുക്കളയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുപ്പി ചെറുതായിട്ടൊന്ന് ചളിങ്ങിയെന്ന് മാത്രമല്ല സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിൻ്റെ പണിക്കുറ്റം തീരായിട്ടുണ്ട്. എൻ്റെ മക്കളെ എടുത്ത് അമ്മ അതിനെ അടിയാണ് അടിക്കുന്നത്. അപ്പം കുപ്പിയൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അതും കൂടെ അങ്ങ് ചടപടയെ കഴുകി വെച്ചു. പാത്രം കഴുകി കഴിഞ്ഞ് കുപ്പിയിൽ വെള്ളം ഒഴിച്ചതേ അങ്ങോട്ട് മടമടാക്കി എടുത്തിട്ട് അങ്ങോട്ട് കമത്തുവാണ്. അപ്പോൾ കാപ്പി അപ്പം എൻ്റെ നാത്തൂന് ഉണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരി തന്നെ കറി അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കൈസഹായം വേണമല്ലോ, അതുകൊണ്ട് ഉത്തുപുരം മുളക് മല്ലി അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കറി റെഡി. പിന്നെ ചായ ഇട്ടു. അത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും വെച്ചിട്ടുണ്ടായിരുന്നു. ചായക്ക് കട്ടിയില്ലാതൊന്നും ആരും പറഞ്ഞേക്കരുത്. നമ്മളൊക്കെ ഇവിടേക്ക് അങ്ങനെയാണ്. എന്നാൽ ചായ കുടിച്ചോന്ന് വെച്ചാൽ കുടിച്ചില്ലെന്ന് വെച്ചാൽ ഇല്ല, വെള്ളം പോലത്തെ ഒരു ചായ ഇടക്കണം. അപ്പം എല്ലാം എടുത്ത് മേശപ്പുറത്ത് നിർത്തി വെച്ച് റിതാങ്കൂട്ടനെയും കുളിപ്പിച്ചരിക്കുക. അവന് തറയിലെഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ കാപ്പി കുടിക്കാനും ചോറ് കഴിക്കാനും ഇരുന്നുള്ള സ്ഥിരം പരിപാടികളൊന്ന് ടി വി ഇടുക. എല്ലായിടും ടി വി സ്വിച്ച് ഇട്ട് അങ്ങോട്ട് വന്ന് റിമോട്ട് കയ്യിൽ വെച്ച് ഇരുന്നാൽ മതിയായിരിക്കും. പക്ഷേ ഇവിടെ അതല്ല, ഓരോരോ ചടങ്ങുകളുണ്ട്. ആദ്യം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലിട്ടേക്കുന്ന കർട്ടൻ മാറ്റണം. പിന്നെ അതിന് വീണ്ടും ഒരു കവറുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഈ സാധനം ചീത്തയാവാതെ ഈ പുതുതായിട്ട് കടയിൽ നിന്ന് മേടിച്ച പോലെ ഇരിക്കുന്നത്. ഇതൊന്നും ഇട്ടില്ലെങ്കിൽ എൻ്റെ ഉമ്മക്ക് തനി കുണം കാണും. ഉമ്മ എടുത്തിട്ട് അലക്കൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞ് പൊടി അടിക്കാതിരിക്കാനാണ് അതൊക്കെ ചെയ്ത് വെച്ചേക്കണം. അപ്പം അതൊക്കെ മാറ്റി ടി വി ഓണാക്കി റിമോട്ടറും കയ്യിൽ പിടിച്ചിട്ട് കാപ്പി കുടിക്കാൻ വേണ്ടി ഇരിക്കണം. കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടമാങ്ങ എടുത്ത് വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇന്നൊരു ദിവസം കൂടെ ഉണക്കി കിട്ടിയാൽ ഇത് പോണിയിലാക്കാൻ പറ്റും. അപ്പം അതൊക്കെ കഴിഞ്ഞു തുണി കഴുകി കുളിച്ചു. എന്നിട്ട് സ്ഥലത്തോട്ട് പോകണം. ഇന്ന് ഉച്ചയ്ക്ക് വേറെ തീറ്റ പരിപാടിയൊന്നും വീട്ടിലില്ല. കാരണം എൻ്റെ പിള്ളേരെ കൂട്ടുകാരി ഉണ്ടല്ലോ താത്ത ചപ്പു, അവളെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചടങ്ങാണെന്ന് ഞങ്ങൾ നേരെ പോയി ചപ്പു അവളിട്ട ഡ്രസ്സൊക്കെ എടുത്ത് കാണിച്ചു. പിന്നെ അത് റിതാൻ ചോറും ഫ്രൈയും പപ്പടമായിട്ട് കൊടുത്തിട്ട് ഞങ്ങളും ചിക്കനും ചോറൊക്കെ കഴിച്ചിട്ട് നേരെ ഇങ്ങ് വീട്ടിലോട്ട് വന്ന് തൊട്ടടുത്താണെങ്കിൽ പോലും വീടെത്തിയപ്പം വിയർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ മഴ പെയ്യുന്നു. അതെന്തോ അത്ഭുതം പോലെ വാങ്ങി നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ നാത്തൂനും മോനും കൂടെ. പിന്നെ അത് എൻ്റെ അടമാങ്ങയൊക്കെ മഴയത്തുനിന്ന് രക്ഷിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. നാളെ ഒരു ഉണക്കം കൂടെ കിട്ടിയാൽ റെഡിയാവും. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ടാറ്റാ ബൈ ബൈ.